യോഗികൾ ശരീരം വേഗം ഉപേക്ഷിക്കുന്നത് അത് ഈ ലോകത്തെയോ മനുഷ്യനെയോ ഒന്നും വെറുത്തിട്ടല്ല. ഊർജം വളരെ വലുതും ശരീരം വളരെ പരിമിതമാണ്. നോക്കൂ, ശിവരാത്രിയുടെയൊക്കെ ഈവൻറ്റിൽ എത്രയോ ആളുകൾ അവർ ആജ്ഞാചക്രത്തിൽ തൊട്ട് ദീക്ഷ കൊടുക്കുമ്പം നമ്മുടെ മാർഗം ഒരു പ്രജ്ഞയുടെ മാർഗമാണ്. അവിടെ ഒരു ഭാവനയും സൃഷ്ടിക്കുന്നില്ല. കുറച്ച് ആളുകളിലേക്ക് മാത്രം ഞാൻ ഊർജത്തിൻ്റെ സ്പർശനം കൊടുക്കുമ്പം തന്നെ അവരുടെ ശരീരം താങ്ങാൻ വയ്യാതെ അവർ നിലത്തേക്ക് വീഴുന്നു. ഊർജത്തെ അവർ താങ്ങുന്നില്ല. അവർക്ക് ആ ശരീരം ഊർജം വരുമ്പം തന്നെ നിലത്തേക്ക് വീണു പോവുകയാണ്. അവർക്കും ഒരു ശരീരമാണ്, ഒരു യോഗിക്കും ഒരു ഗുരുവിനും ഒരു ശരീരമാണ്. അപ്പം അവരാ ഊർജത്തെ പിടിച്ചേക്കുന്ന ഈ ശരീരം എത്ര കാലം അവർക്ക് തുടരാൻ പറ്റും? അതിനാൽ അവർ ഈ ശരീരം ഉപേക്ഷിക്കുന്നു. 5 പഞ്ചേന്ദ്രിയങ്ങളും ഉപേക്ഷിച്ചാലും ജീവനുണ്ടെന്നുള്ളൊരു തിരിച്ചറിവ് ജീവിച്ചിരിക്കുമ്പം തന്നെ വന്നവരാണ് ഗുരുക്കന്മാരും യോഗികളുമൊക്കെ. നോക്കൂ, നമുക്ക് ഊർജം എന്നുള്ളതിൽ തന്നെ ആൾക്കാർക്ക് പലപ്പോഴും സംശയം, ഊർജം എങ്ങനെ അറിയാം? നോക്കൂ, നിങ്ങളുടെ തലച്ചോറിൻ്റെ പ്രവർത്തനമാകുമ്പോൾ നിങ്ങളുടെ ഇമോഷനെ നിങ്ങളുടെ ചിന്തകളിൽ മാത്രം മനസ്സിലാക്കുന്നുള്ളൂ. എന്നാൽ ആജ്ഞാചക്രം ഉണരുമ്പം ആജ്ഞാചക്രത്തിന് എല്ലാത്തിനെയും അറിയാനുള്ള കഴിവുണ്ട്. അതിലെ കപോലചക്രം മനസ്സെന്ന് പറയുന്നത് സൂക്ഷ്മമായതുകൊണ്ടും എല്ലാ വികാരങ്ങളെ അറിയാൻ പറ്റും. ഒരു ദീക്ഷയുടെ ശാസ്ത്രമാണെങ്കിലും ക്ഷേത്രത്തിൻ്റെ ശാസ്ത്രമാണെങ്കിലും എല്ലാം ആജ്ഞാചക്രത്തിൻ്റെയാണ്. നിങ്ങളിപ്പോൾ ഒരു ക്ഷേത്രത്തിൽ ചെല്ലുമ്പം അവിടെ ഒരു നായയാണ് പ്രതിഷ്ഠയെങ്കിൽ ആ നായയുടെ ഊർജത്തെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. നായയ്ക്കും ഒരു ഊർജമുണ്ട്, ഒരു സ്പർശനമുണ്ട്. അതേപോലെ ഒരു ഗുരുവായൂരമ്പലത്തിൽ കൃഷ്ണൻ്റെ ഊർജമാണെങ്കിൽ അതിലൊരു പ്രോസ്പെരിറ്റിയുടെയും സമാധാനത്തിൻ്റെ ഊർജത്തെ നിങ്ങൾക്ക് അറിയാൻ കഴിയും. മനസ്സ് പുറമെയാണ്, ഊർജത്തെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പം ആജ്ഞാചക്രം ഉണരുമ്പം മാത്രമേ ആത്മീയ അന്വേഷണം തുടരുന്നുള്ളൂ. ഒരു ദീക്ഷ നൽകുന്നതിൻ്റെ പ്രാധാന്യം ആജ്ഞാചക്രത്തിൽ കൊടുക്കുന്നതിൻ്റെ അർത്ഥവും ഇതാണ്. നമ്മളിവിടെ ഭാവനയാൽ ഒന്നും പോകുന്നില്ല. ഭക്തിക്ക് ഭാവനയുണ്ട്, അവിടെ പുറമേ ഒരു ദൈവമുണ്ട്. എന്നാൽ ദൈവം നമ്മുടെ ഉള്ളിലാണ്. ആ ഉള്ളിലുള്ള ദൈവത്തെ നാം അറിയണമെങ്കിൽ ഉള്ളിലെ 6ാം ഇന്ദ്രിയം നമ്മളിൽ തുറക്കണം. നിങ്ങളാണ് നിങ്ങളുടെ ആത്മാവിനെ മനസ്സിലാക്കി, ആത്മബോധത്തെ മനസ്സിലാക്കി പോകേണ്ടത്. പുറമേ ഒരു തെറ്റ് ചെയ്തിട്ട് ദൈവത്തിനോട് സോറി പറയുന്നതല്ല സ്പിരിച്വാലിറ്റിൻ്റെ ഉള്ളിലെ സ്പന്ദനത്തെ മനസ്സിലാക്കി സ്വയമേ മോക്ഷപ്രാപ്തി നേടുന്നതാണ്.